ഈന്തപ്പനകൾ, ലാസൂർ നിറമുള്ള സമുദ്രം, മഞ്ഞുപോലെ വെള്ള നിറത്തിലുള്ള കടൽ തീരങ്ങൾ. എന്നാൽ ഇങ്ങനെയൊരു സൗന്ദര്യമുള്ള രാജ്യത്തേക്കാണ് ആരും പോകാൻ ആഗ്രഹിക്കാത്തത്. കോമോറോസ് ദ്വീപുകൾ വർഷത്തിൽ പരമാവധി 50,000 ആളുകൾ മാത്രമാണ് സന്ദർശിക്കുന്നത്. ഇത് സമീപമുള്ള മഡഗാസ്കറിനെ അപേക്ഷിച്ച് 7 മടങ്ങ് കുറവാണ്. അതിന് കാരണം എത്തിച്ചേരാൻ ബുദ്ധിമുട്ടാണെന്നുമല്ല, ജനങ്ങളുടെ വ്യാപകമായ ദാരിദ്ര്യവുമല്ല. ഇടയ്ക്കിടെ ടൺ കണക്കിന് ചാരവും ഉരുകിയ ലാവയും പുറന്തള്ളുന്ന സജീവമായ കാർത്തല അഗ്നിപർവ്വതമോ അല്ല. അപ്പോൾ ഈ ആഫ്രിക്കൻ രാജ്യത്ത് എന്താണ് കുഴപ്പം? ഇതെല്ലാം അടിമത്തത്തിലേക്ക് വരുന്നു. അത് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു. കൊമോറോസിൽ മനുഷ്യക്കടത്തുകാർ പൂർണ്ണ ശക്തിയോടെ പ്രവർത്തിക്കുന്നു. അവരുടെ പ്രധാന ഉൽപ്പന്നം കുട്ടികളാണ്. സ്വന്തം മാതാപിതാക്കൾ അടിമത്തത്തിലേക്ക് വിൽക്കുന്ന കുട്ടികൾ. ഒരു കുട്ടിയെ, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, അടിമപ്പണിക്ക് അയക്കുന്നു. ദരിദ്രരായവർ തങ്ങളുടെ കുട്ടികളെ കൂടുതൽ ധനികരായവർക്ക് കൈമാറുന്നു. കാരണം ഒരാൾക്ക് ഉപജീവന മാർഗം ഉണ്ടായിരിക്കണമെന്നതാണ് അവിടുത്തെ രീതി. അതിനാൽ അവർ കുട്ടികളെ അടിമത്വത്തിലേക്ക് അയക്കുന്നു. മിക്കപ്പോഴും കുട്ടികളെ തർക്കപ്രദേശമായ മയോട്ട് ദ്വീപിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ തങ്ങളുടെ കുട്ടിക്ക് മെച്ചപ്പെട്ട ജീവിതവും ഫ്രഞ്ച് പൗരത്വവും ലഭിക്കുമെന്ന് മാതാപിതാക്കൾ വിശ്വസിക്കുന്നു. വാസ്തവത്തിൽ അടിമപ്പണി അല്ലാതെ മറ്റൊന്നും അവരെ അവിടെ കാത്തിരിക്കുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ ഉദാരമായ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് കുട്ടികളെ ദത്തെടുത്തത്. കൊമോറോസിലെ തൊഴിലില്ലായ്മ നിരക്ക് എല്ലാ റെക്കോർഡുകളും തകർക്കുന്നു, പ്രത്യേകിച്ച് പുരുഷന്മാർക്കിടയിൽ. പ്രാദേശിക പാരമ്പര്യമനുസരിച്ച് ഭൂമിയും സ്വത്തും പലപ്പോഴും സ്ത്രീകളുടെ വകയാണ്. പല കുടുംബങ്ങളും ഉപജീവന മാർഗമായ കൃഷിയും വിദേശത്ത് നിന്നുള്ള മാനുഷിക സഹായവും കൊണ്ട് മാത്രം നിലനിൽക്കുന്നു. എന്നിരുന്നാലും ഈ ജനസാന്ദ്രതയുള്ള രാജ്യത്തെ എല്ലാ നിവാസികൾക്കും നൽകാൻ പര്യാപ്തമായ തുകയില്ല. ദ്വീപുകളിൽ സ്ഥിരതയില്ല. യുവരാഷ്ട്രം ഇതിനകം നിരവധി അട്ടിമറികളെ അതിജീവിച്ചു. ദ്വീപസമൂഹത്തിന്റെ ചില ഭാഗങ്ങൾ പലതവണ വേർപിരിഞ്ഞു, പിന്നീട് വീണ്ടും യൂണിയനിൽ ചേർന്നു. മാത്രമല്ല, മനുഷ്യക്കടത്ത് നിരോധിക്കുന്ന നിയമം ഉൾപ്പെടെയുള്ള ഭരണഘടനയും നിയമങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നില്ല. എല്ലാത്തിനുമുപരി ആളുകളെ അടിമത്തത്തിലേക്ക് വിൽക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. എന്നിരുന്നാലും ആഫ്രിക്കയിൽ ഇത്തരം കാര്യങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നില്ല. ഇതിനെല്ലാം യഥാർത്ഥത്തിൽ ഇരുണ്ട ഭൂതകാലമാണോ കുറ്റപ്പെടുത്തേണ്ടത്? അടിമത്തം നിർത്തലാക്കപ്പെട്ടതിനും കൊളോണിയൽ ശക്തികൾ പോയതിനു ശേഷവും ഇവിടുത്തെ അവസ്ഥകൾ മെച്ചപ്പെടാത്തതിന് യഥാർത്ഥത്തിൽ ആരാണ് കുറ്റക്കാരൻ? യൂറോപ്യന്മാർ ആഫ്രിക്കയിലെത്തി അവിടുത്തെ നിവാസികളെ അടിമകളാക്കി മാറ്റി. കുട്ടികൾക്ക് പോലും ഇതറിയാം. പക്ഷേ വാസ്തവത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല സംഭവിച്ചത്. തീർച്ചയായും കോളനിക്കാർ കറുത്തവരെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി തോട്ടങ്ങളിൽ പണിയെടുക്കാൻ നിർബന്ധിച്ചു, വെറും വസ്തുക്കളെപ്പോലെ വ്യാപാരം ചെയ്തു. ഇതെല്ലാം തീർച്ചയായും സംഭവിച്ചു. എന്നിരുന്നാലും വെള്ളക്കാരുടെ വരവിന് വളരെ മുമ്പ് തന്നെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ അടിമചന്തകൾ പ്രവർത്തിച്ചിരുന്നു. പുറത്തുനിന്നുള്ളവർ ഒരു പ്രാദേശിക പാരമ്പര്യത്തെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വ്യവസായമാക്കി മാറ്റി. അടിമകളെ വിൽക്കാൻ തയ്യാറായവരും അടിമകളെ സ്വയം ഉപയോഗിച്ചവരുമായി ചേർന്ന് ഇതിനകം തന്നെ സ്ഥാപിതമായ ഒരു സ്ഥലത്താണ് യൂറോപ്യന്മാരെത്തിയത്. അങ്ങനെ ഈ പ്രക്രിയകൾക്ക് യൂറോപ്യന്മാർ ഒരു വ്യതിരിക്ത ഉത്തേജകമായി പ്രവർത്തിച്ചു. കൊളോണിയൽ കാലഘട്ടത്തിൽ ആധുനിക സെനഗൽ പ്രദേശം അടിമ കച്ചവടത്തിന്റെ പ്രാഥമിക കേന്ദ്രമായി ഉയർന്നു വന്നു. ഒരു യഥാർത്ഥ അടിമ ഫാക്ടറി. പ്രാദേശിക ഭരണാധികാരികൾ അവർ യൂറോപ്യന്മാരിൽ നിന്ന് തോക്കുകൾ വാങ്ങി അയൽക്കാരെ ആക്രമിച്ചു. സഹ ആഫ്രിക്കക്കാരെ അവരെ പോലെ തന്നെ ബന്ദികളാക്കി പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വിറ്റു. 15-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പോർച്ചുഗീസ് പര്യവേക്ഷകനായ ഡെനിസ് ഡയസ് ആണ് ഈ ദ്വീപ് കണ്ടെത്തിയത്. അതിനുശേഷം വിവിധ യൂറോപ്യൻ ഭരണാധികാരികൾ ഇത് കൈമാറ്റങ്ങൾ നടത്തി. നെതർലാൻഡ്സിന്റെ തീരത്ത് ഇതേ പേരിലുള്ള ഒരു ചെറിയ ഭൂപ്രദേശത്തിന്റെ ബഹുമാനാർത്ഥം ഡച്ചുകാരിൽ നിന്നാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. അടിമ വീടുകൾ എന്ന് വിളിക്കപ്പെടുന്നവ ഇവിടെ നിർമ്മിച്ചത് അവരാണ്. ഇപ്പോൾ തദ്ദേശവാസികൾ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഘടനകൾ. വിദേശ വിനോദസഞ്ചാരികളെ ഈ സ്ഥലങ്ങൾ ഞെട്ടിച്ചേക്കാം. പക്ഷേ ആഫ്രിക്കയിലെ അടിമത്തം വളരെ മുമ്പ് തന്നെ നിർത്തലാക്കപ്പെട്ടതാണെന്ന് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ഔദ്യോഗിക പഠനങ്ങളുടെ കണ്ടെത്തലുകൾ മറച്ചാണ് സൂചിപ്പിക്കുന്നത്. 2021 ആഗോള അടിമത്ത സൂചിക അനുസരിച്ച് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ 7 ദശലക്ഷത്തിലധികം നിവാസികൾ ഭക്ഷണത്തിന് പകരമായി അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ജോലി ചെയ്യുന്നു. റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ചടുലരായ പിഗ്മി വേട്ടക്കാരുടെ മുഴുവൻ ഗോത്രങ്ങളെയും അവരുടെ അയൽക്കാർ അടിമത്തത്തിൽ പാർപ്പിക്കുന്നു. ബന്ധു എന്ന് പറയുന്നവർ ചില പിഗ്മി ഗോത്രങ്ങളെ ഫലപ്രദമായി പോഷക നദികളുടെ പദവിയിൽ നിലനിർത്തുന്നു, അല്ലെങ്കിൽ പ്രായോഗികമായി അടിമകളുടെ പദവിയിൽ. അവരുടെ ബന്ധം പ്രിൻസ് ഇഗോറും ഡ്രെവ്ലിയന്മാരും തമ്മിലുള്ള ബന്ധത്തിന് തുല്യമാണ്. ബന്ധുക്കൾ കൃഷിയിൽ ഏർപ്പെടുന്നു. അവർ പിഗ്മികളെക്കാൾ ഉയരവും ശക്തിയുമുള്ളവരാണ്. അവർക്ക് കൂടുതൽ വിഭവങ്ങളുണ്ട്.
കൂടാതെ ഗണ്യമായ സംഖ്യാമേധാവിത്വം ആസ്വദിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പിഗ്മികൾ രണ്ടാം തരം പൗരന്മാരാണ്. ശിക്ഷയില്ലാതെ സ്വന്തം ആവശ്യങ്ങൾക്കായി ചൂഷണം ചെയ്യപ്പെടേണ്ട സ്വതന്ത്ര അധ്വാനത്തിന്റെ ഉറവിടം. അധികാരികൾ എങ്ങോട്ടാണ് നോക്കുന്നത്? അവർ പരസ്യമായി പ്രശ്നം ചർച്ച ചെയ്യുന്നു, എന്നാൽ പ്രായോഗികമായി അതിനെതിരെ കണ്ണടയ്ക്കുന്നു. എല്ലാത്തിനുമുപരി ഉദ്യോഗസ്ഥർ തന്നെ പലപ്പോഴും മനുഷ്യക്കടത്തുകാർക്ക് സംരക്ഷണം നൽകുന്നു. മാത്രമല്ല, മനുഷ്യച്ചരക്കുകൾ സ്വന്തമാക്കുന്നതിൽ പോലും അവർ വിമുഖത കാണിക്കുന്നില്ല. കഴിഞ്ഞ വർഷം സ്വന്തം നാട്ടിൽ നിന്ന് ഒരു അടിമയെ വാങ്ങി ഓക്സ്ഫോർഡിനടുത്തുള്ള വീട്ടിൽ തടവിലാക്കിയ ഉഗാണ്ടൻ ജഡ്ജി ലിഡി മുഗാംബെയെക്കുറിച്ച് ലോകം മുഴുവൻ സംസാരിച്ചു. ഒരു ആഫ്രിക്കൻ രാജ്യത്തിന്റെ അധികാരികളുമായി, അതുപോലെ ബ്രിട്ടീഷ് അധികാരികളുമായും അവരൊരു കരാറിലെത്തി. വീട്ടുജോലികളിൽ സഹായിക്കാൻ ഒരു കറുത്ത വർഗക്കാരിയായ സ്ത്രീയെ ലണ്ടനിലെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു എന്നതാണ് വസ്തുത. എന്നിരുന്നാലും അവർ ഫലപ്രദമായി അവരെ അടിമത്തത്തിൽ നിലനിർത്തുകയായിരുന്നുവെന്ന് പിന്നീട് വെളിച്ചത്തു വന്നു. അവർ പാസ്പോർട്ട് കണ്ടുകെട്ടി. വളരെ ലളിതമായി പറഞ്ഞാൽ അവർക്ക് വേതനം നൽകിയില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവരൊരു സാധാരണ അടിമയായിരുന്നു. എന്നിരുന്നാലും ജഡ്ജി തടവുകാരിയെ വില കുറച്ച് കണ്ടു. രേഖകളൊന്നുമില്ലാതെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലായിരുന്നിട്ടും അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. പോലീസിനെ ബന്ധപ്പെടാൻ അവൾക്ക് കഴിഞ്ഞു. തൽഫലമായി മുഗാംബെയ്ക്ക് 6 വർഷവും 4 മാസവും തടവ് ശിക്ഷ ലഭിച്ചു.